ഈ വീഡിയോ എടുത്തിട്ട് ഇന്ന് 3 ദിവസമായി. നിങ്ങളുടെ അടുത്ത് നമ്മളെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതുകൊണ്ട് ആ വീഡിയോ എടുത്ത് സംസാരിക്കണമെന്നേ ഉള്ളൂ. ഈ വീഡിയോ എടുത്തിട്ട് ഇന്ന് 3 ദിവസമായി. അപ്പോൾ ഈ എന്തൊരു പറയാനാ, ഇവനെ രാവിലെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് വരണ വഴിക്കാണ് എനിക്കൊരു കോൾ വന്നത്. കൊച്ചിന് സുഖമില്ല, എൻ്റെ കൊച്ചിൻ്റെ മക്കൾ ഇവിടെ അല്ല, ദൂരോട്ടൊക്കെയാണ് ജോലി. അപ്പം കുഞ്ഞമ്മയും കൊച്ചിനും മാത്രമേ ഇവിടെ ഉള്ളൂ. അച്ഛൻ്റെ അനിയനാണ്. പെട്ടെന്ന് കൊച്ചിന് ഫിക്സ് വന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയപ്പോഴേക്കും കുഞ്ഞമ്മയും കൊച്ചിനെ വണ്ടി കയറ്റി പോയി. അടുത്ത ആശുപത്രിയിൽ ആദ്യം പോയി കാണിക്കുമല്ലോ. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പം അടുത്തുള്ള ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഇവിടെ നിന്ന് ബൈക്കെടുത്ത്, ചേട്ടന് സുഖമില്ലാത്തതുകൊണ്ട് കൂടെ വരാൻ പറ്റത്തില്ല, റെസ്റ്റിലാണ്, അതുകൊണ്ട് ഞാൻ കൂടെ പോയപ്പോഴേക്കും അടുത്തുള്ള വെള്ളറുടെ ആശുപത്രിയിൽ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന അവിടെ ചെല്ലുമ്പം ഫിക്സ് വന്നും പോയി നിൽക്കുന്നുണ്ട്. പിന്നെ കൂടെ ഞാനും കൂടി വണ്ടിയിൽ കയറി, ആംബുലൻസിൽ മെഡിക്കലിൽ വിട്ടു. പോണ വഴിക്ക് 1-2 പ്രാവശ്യം കൂടി ഫിക്സ് വന്ന് സംഭവം കൊച്ചൻ മരണപ്പെട്ടു. പിന്നെ 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. വീട്ടിൻ്റെ അടുത്ത് തന്നെ കൊച്ചൻ നിന്നപ്പോൾ ഒരു വണ്ടി കൊണ്ട് തട്ടി തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സർജറി, ബ്ലഡ് തലയിലാണ് മുറിവ് വന്നത്. അപ്പം ബ്ലഡ് ക്ലോട്ടായി കാണും, അത് അലിഞ്ഞു പോകാനുള്ള ഗുളിക കൊടുത്താണ് വിട്ട്. ഒരാഴ്ച ആശുപത്രി കിടന്നിട്ട് വീട്ടിൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കൊച്ചിന്, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷേ സംഭവം അന്ന് സർജറി ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ബ്ലഡ് ക്ലോട്ടായിട്ട് ആണിപ്പോൾ ഫിക്സ് വന്നത്. ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ഫിക്സിലൊന്നും ഇവിടെ നിന്ന് അങ്ങ് ആശുപത്രി എത്തിക്ക് എത്രയും ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ 5-6 പ്രാവശ്യം വണ്ടിയിലിരുന്ന് 3 പ്രാവശ്യം വന്നു. അപ്പോഴേക്കും സംഭവം നമ്മളെ വിട്ടൊക്കെ പോയി. ഞാനും കുഞ്ഞമ്മയും മാത്രമായിരുന്നു. അവിടെ ചെന്നപ്പോൾ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ. പിന്നെ ആൾക്കാരൊക്കെ വന്നു. അങ്ങനെയാണ് അന്നെടുത്ത വീഡിയോ ആയിരുന്നു. അന്ന് രാവിലെ എടുത്തുകൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു. ബാത്റൂമിൽ അവനെ കൊണ്ടൊക്കെ പോയിട്ട്, അതുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കാൻ എനിക്ക് പറ്റില്ല. വന്നപ്പോഴാണ് അമ്മ വിളിച്ചതുപോലെ കുഞ്ഞ് പെട്ടെന്ന്, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, കുറച്ച് താഴോട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി. അപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. അന്ന് ഞാനിങ്ങനെ പോകുമ്പോൾ കുറേ കാക്കകൾ വന്ന് എന്നെ ഇങ്ങനെ തുരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പേടിച്ചൊരു കമ്പും ഇങ്ങനെ കാണിച്ചാണ് ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ നിങ്ങളോട് പറയണമെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴാണ്